ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അൻസിബ എന്ന ഈ ഭരണക്കൂട്ടത്തിൽ ഏറ്റവും ജൂനിയറായ എതിരില്ലാതെ തെരഞ്ഞെടുത്ത ആര് പറഞ്ഞു? അതെ, ആര് പറഞ്ഞു? കുട്ടിക്കെതിരെ അഭിഹിത കഥകൾ പറഞ്ഞ് രസിക്കുകയാണ് അമ്മയുടെ ഭരണസാരഥി. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട പെണ്ണുങ്ങൾ ഓരോരോ വേഷം കെട്ടലുമായിട്ട് അഴിഞ്ഞാടി നടക്കുന്നതുകൊണ്ടല്ലേ. അതൊക്കെ പറയാൻ ഈ പുരുഷ വേശ്യകൾക്ക് എന്ത് അവകാശം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. യവനൊക്കെ മാന്യനാണെങ്കിൽ കുഴപ്പമില്ലെന്നേ, പുരുഷ വേശ്യകളാണ്. ഒരു പെൺകുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ഇവൾ അവിഹിതക്കാരിയാണ്, ഇവൾ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്നൊക്കെ തോൽപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ പോലും പറയുന്നത് പുരുഷ ലക്ഷണമല്ല എന്നാണ് എൻ്റെ പക്ഷം. അല്ലെങ്കിൽ പറയുന്നവൻ മാന്യനായിരിക്കണം. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ എന്റെ സമാധാനം പോയോ? ഒരു പെൺകുട്ടിയെ അവിഹിതക്കാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രേം നസീറിനെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം, മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ് ടിനി ടോമിനെ വിളിച്ചത്. ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് നല്ല തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിനി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പോൾ ഇയാൾ തെറി വിളിക്കുന്ന അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിൻ്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായിപ്പോയി ടിനി ടോമിന് എന്ന് പറയാം.